ലിമിറ്റേഷൻസ് ഓർ നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് GST ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ GSTയെ കുറിച്ചുള്ള നെഗറ്റീവ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ GST എതിർക്കപ്പെടാനുള്ള കാരണം, അതിൻ്റെ GSTയുടെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 പോയിൻ്റാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഫസ്റ്റ് പോയിൻ്റാണ് ഡുവൽ ടാക്സ് സിസ്റ്റം. GST is being referred as a single taxation system, but in reality it has dual tax, in which state and central government both collect separate tax on a single transaction. അത് GST സിംഗിൾ ടാക്സേഷൻ ആണെന്നൊക്കെയാണ്, അതായത് വൺ നാഷൻ വൺ ടാക്സ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു ടാക്സ് മതി എന്നൊക്കെയാണ്. പക്ഷേ റിയാലിറ്റിക്ക് വരുമ്പം ഇതിലും ഓരോ ട്രാൻസാക്ഷനും മിനിമം 2 ടാക്സ് ഉണ്ട്. CGSTയും SGSTയും, സ്റ്റേറ്റ് GSTയും സെൻട്രൽ GSTയും. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. 1 ടാക്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡുവൽ ടാക്സ് മിനിമം ഓരോ ട്രാൻസാക്ഷനും ഉണ്ട്. സെക്കൻഡ് വൺ, ബീയിങ് GST compliant, small and medium enterprises have been away from the tax regime. അത് ഇനിയും GST പാലിക്കാനുണ്ട്, GSTൻ്റെ അണ്ടറിൽ വരാനുണ്ട്. ചെറുതും മീഡിയവുമായിട്ടുള്ള എൻ്റർപ്രൈസസ് ഇപ്പോഴും ടാക്സ് റെജിമിലേക്ക്, ഈ ഒരു ടാക്സ് സിസ്റ്റത്തിലേക്ക് ഇതുവരെ പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ. മൂന്നാമത്, ഷോർട്ട് ടേം ബിസിനസ് ചാലഞ്ചസ്. GST was implemented in the midst of a financial year. The sudden shift of tax system create lot of problem including working capital shortage. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ മിഡിലൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇടയിലാണ്, ബിഗിനിങ്ങിലല്ല GST കൊണ്ടുവന്നുള്ളത്. അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു സഡൻ ചേഞ്ച് വന്നപ്പോൾ ഇത് ബിസിനസ്സുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് അത് നയിച്ചു എന്നുള്ളതാണ്. ഇൻക്രീസ് ദ ഓപ്പറേഷണൽ കോസ്റ്റ്. The business will have to train employees for being the GST compliant or hire tax professionals, thus increasing the overhead expenses. അതായത് GST ഒന്നോടുകൂടി എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പുതിയ ടാക്സ് പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യേണ്ടി വന്നു. അവർ താൽക്കാലികമായിട്ട് വാടക അല്ലെങ്കിൽ റെൻറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ചാർജ് കൊടുത്തിട്ട് നിർത്തേണ്ടി വന്നു. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റിനെ ബാധിച്ചു. നെക്സ്റ്റ്, ഓൺലൈൻ ടാക്സേഷൻ സിസ്റ്റം. ഏർലിയർ ടാക്സ് റെജിം മോസ്റ്റ് ഇൻവോയ്സിംഗ് വാസ് ഡൺ ത്രൂ പെൻ ആൻഡ് പേപ്പർ, ബട്ട് അണ്ടർ GST business need to upload their invoices and return forms. It might be difficult for small business. അതായത് മുമ്പുള്ള സിസ്റ്റത്തിലൊക്കെ അധികം പെന്നും പേപ്പർ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള ബില്ലുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ GST സിസ്റ്റത്തിൽ ബില്ലൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കേണ്ടി വന്നു. അപ്പോൾ അത് ചെറുകിട ബിസിനസ്സുകാരെയൊക്കെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളതാണ് 5th പോയിന്റ്. അടുത്തതാണ് മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ. Organization with branches in more than one state in the country will have to register with every state and follow the procedure for compliance. അതായത് ഒന്നിലേറെ സ്റ്റേറ്റിൽ ബിസിനസ് ഉള്ളവർക്ക് എല്ലാ സ്റ്റേറ്റിലും പോയി രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥ വന്നു. അതാണ് മുമ്പ് അങ്ങനെ വേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒന്നിലേറെ ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ ബിസിനസ് ഉള്ളവർക്ക്, ബ്രാഞ്ചസ് ഉള്ളവർക്ക് ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് GST രജിസ്ട്രേഷൻ നടത്തേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതാണ്. ഇൻ കോൺട്രറി ടു ദി മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ്, ഇറ്റ് വിൽ ഹിറ്റ് മാനുഫാക്ചറിംഗ് സെക്ടർ ആസ് ദാറ്റ് ടാക്സ് എക്സംഷൻ ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഫ്രം 1.5 to 20 lakh rupees ഓഫ് ടേൺ ഓവർ. അതായത് 1.5 ലക്ഷം ടേൺ ഓവർ ഉള്ളവർക്ക് അല്ലെങ്കിൽ അതിന് താഴെയുള്ളവർക്ക് കൊടുത്തിരുന്ന ടാക്സ് എക്സെപ്ഷൻ ഇപ്പോൾ 20 ലക്ഷം ടേൺ ഓവർ ഉള്ളവർക്ക് വരെ കൊടുക്കാൻ തുടങ്ങി.
അപ്പോൾ എന്താ വെച്ചാൽ ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് കുറച്ച് ബൂസ്റ്റ് കൊടുക്കും. അപ്പം മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് ഇപ്പം ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനെയൊക്കെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം ഇന്ത്യയിലുള്ളവർക്ക് തന്നെ ഇത്രയും എക്സെപ്ഷൻ കൊടുക്കുമ്പോൾ അത് ടാക്സ് എക്സെപ്ഷൻ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ മറ്റ് കമ്പനികൾക്കുള്ള അട്രാക്ഷൻ കുറയും എന്നുള്ളതാണ്. റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ. ഷെയറിംഗ് ഓഫ് റവന്യൂ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ലിസ്റ്റഡ് ഇൻ ദി കൺകറൻറ്റ് ലിസ്റ്റ് ഈസ് എ പോയിന്റ് ഓഫ് കണ്ടൻഷൻ. അതായത് കൺകറൻറ്റ് ലിസ്റ്റിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ റവന്യൂ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കമാണ്. സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ തമ്മിലുള്ള ഒരു കണ്ടൻഷൻ, ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരണഘടനയുടെ കറൻറ്റ് ലിസ്റ്റിൽ വരുന്ന കുറച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് മേഖലകളുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. എഫക്റ്റീവ് ഡിസ്കൗണ്ട് ആൻഡ് റിവാർഡ് പ്രോഗ്രാം, അതാണ് ഒമ്പതാമത്തെ. GST has an impact on discount and reward programs because the goods are being taxed on the pre-discount rate. Earlier, goods were taxed post-discount prices. അത് GST വന്നതോടുകൂടി ഡിസ്കൗണ്ട് റിവാർഡ് പ്രോഗ്രാംസൊക്കെ കുറയും എന്നുള്ളതാണ്. കാരണം GSTക്ക് മുമ്പ് ടാക്സ് ചാർജ് ചെയ്തിരുന്നത് ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷമുള്ള പ്രൈസിൻ്റെ മുകളിലായിരുന്നു. പക്ഷേ GSTക്ക് ശേഷം ഡിസ്കൗണ്ടിന് മുമ്പുള്ള പ്രൈസിന്മേലാണ് GST ചാർജ് ചെയ്യുന്നത്. വാറ്റ് അങ്ങനെയല്ലായിരുന്നു. ഡിസ്കൗണ്ടൊക്കെ കൊടുത്തിട്ട് ബാക്കി എത്ര രൂപയാണോ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത് അതിനാണ് ടാക്സ് കൊടുക്കേണ്ടിയിരുന്നത്. ലാസ്റ്റ് വൺ, കോംപ്ലക്സിറ്റീസ് ഫോർ ദി ബിസിനസ്മാൻ. ദ GST ആക്ട് ഹാസ് ഗിവൺ ദ കൺട്രോൾ ഓഫ് ബിസിനസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ദാറ്റ് വിൽ മേക്ക് മെനി കോംപ്ലക്സിറ്റീസ് ടു ബിസിനസ്. അതായത് GST വന്നതോടുകൂടി ബിസിനസ്സിൻ്റെയൊക്കെ കൺട്രോള് സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും കയ്യിലായി. ഇത് ബിസിനസ്സുകൾക്ക് ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഉണ്ടാക്കി എന്നുള്ളതാണ്.